ഹലോ, ആദ്യം ക്ഷമിക്കുന്ന കുറച്ച് ലേറ്റാണെന്ന് അറിയാം. പക്ഷെ ഒരു MP സ്വന്തം മണ്ഡലത്തിൽ എവിടെയും പോകാൻ എളുപ്പമല്ല. രാവിലെ ആൾക്കാർ വീടെത്തി ഓരോ നിവേദനം കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. പക്ഷെ രവിയോട് പറഞ്ഞു കുറച്ച് താമസിക്കുന്നു, കുറച്ച് കൂടുതലായെന്ന് മാത്രം ക്ഷമിക്കണം. അപ്പം ഞാനൊരു പ്രഭാഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളോ ചിന്തകളോ എൻ്റെ ഒപ്പം പങ്കെടുത്താൽ ഞാൻ അതിന് ഒരു കോമൻറ്റോ മറുപടിയോ പറയാൻ ശ്രമിക്കാം. അതല്ലേ നല്ലത്? അങ്ങനെയായിരിക്കില്ല ഇൻട്രസ്റ്റിംഗ്. അപ്പം ഞാൻ ഒരു എഴുത്തുകാരനുമാണ്, ഒരു രാഷ്ട്രീയക്കാരനുമാണ്, നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ ഈ രണ്ട് ലോകത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ അതിന് മുമ്പിലത്തുള്ള ജീവിതത്തെ കുറിച്ച് എന്ത് വേണം ചോദിച്ചോളൂ. ഞാൻ എൻറ്റാലി അപ് ടു യു. ആരാ ആദ്യം ചോദിക്കാൻ പോകുന്നത്? ഹൂ ഇസ് ഗോയിങ് ടു ബ്രേക്ക് ദി ഐസ് അവർ പറയില്ല ഇംഗ്ലീഷിൽ, അതുപോലെ. പറയൂ. നമസ്കാരം, വിഷ്ണു എന്നാണ്. ഹലോ വിഷ്ണു. ഞാനിപ്പോ ഇടയ്ക്ക് അംബേദ്കർ വായിച്ചായിരുന്നു. അപ്പം ഇപ്പൊ നമ്മുടെ സമകാലിക ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിഭാസങ്ങളും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അംബേദ്കർ ഭരണഘടന മുതലായിട്ടുള്ള ആശയങ്ങളും മൂല്യങ്ങളൊക്കെ ഭയങ്കര പ്രാധാന്യം ചർച്ച ചെയ്യപ്പെട്ട കാലമാണ്. ഒരുപക്ഷെ നമ്മളിപ്പം ഒരു പുതിയൊരു സിനാരിയോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഭരണഘടനയ്ക്ക് തന്നെ സംഭവിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരുന്നു. അപ്പൊ ഈ ബുക്ക് വായിക്കാനായപ്പോഴത്തേക്ക് അംബേദ്കറിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അംബേദ്കർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായ രീതിയിൽ ഇപ്പൊ ഞാൻ ആ സമയത്ത് ആ അംബേദ്കറുമായി ബന്ധപ്പെട്ട് രണ്ട് ബുക്ക് ആ സമയത്ത് ലേഖനങ്ങളും ഈ ബുക്കും വായിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ അത്രയും നാൾ കണ്ടിരുന്ന ഒരു ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനാ സങ്കല്പങ്ങൾ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഭരണഘടന എന്ന് പറയുന്ന ആശയത്തെ കുറച്ചും കൂടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ പറയുന്ന 125 കോടി അല്ലെങ്കിൽ 130 കോടി എന്ന് പറയുന്ന ജനസംഖ്യയിലേക്ക് ഈ ഭരണഘടന എന്താണെന്നും അതിനകത്തുള്ള ഈ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്താണെന്നും എത്തപ്പെടാത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ ഇന്ത്യയിൽ ജീവിക്കാൻ യോഗ്യനല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞാൻ ഇന്ത്യക്കാരനാണോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്തോ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റത്തോളും എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഭരണഘടന കുറച്ചും കൂടെ നമ്മളിപ്പോ കൊല്ലം ജില്ലയ്ക്ക് ഇടയ്ക്ക് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലാ പദവി കൊടുക്കാറുണ്ട്. അപ്പം ആ കൊല്ലം ജില്ല എത്ര പേർക്ക് ഭരണഘടനയുടെ ആ കൃത്യമായിട്ടുള്ള വശം അല്ലെങ്കിൽ ഭരണഘടന അംബേദ്കർ എന്താണെന്നോ അല്ലെങ്കിൽ ഭരണഘടന വശം എന്താണെന്നോ ഒരു ക്ലാരിറ്റി കിട്ടാതായി പോകുന്നുണ്ട്. അപ്പൊ ഈ ഭരണഘടന അംബേദ്കർ ഈ സമകാലീന ഇന്ത്യയിൽ ഈ ഭരണഘടന അംബേദ്കർ എന്ന് പറയുന്ന വിഷയത്തിന് അത് ഒട്ടും വലുതായിട്ട് പറയേണ്ട കാര്യമല്ല. എന്നാലും എത്രമാത്രം വീണ്ടും പ്രാധാന്യം കൂടുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ രീതിയിലാണ് ഒരിക്കലും അല്ല അത് അങ്ങനെ എല്ലാ എന്നുള്ള രീതിയല്ല, അത് അത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് അറിയാൻ തോന്നുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഭയങ്കര നീളമുള്ള മൾട്ടിപ്പിൾ വോള്യൂംസ് അല്ലെങ്കിൽ 400, 500, 600 പേജ് പുസ്തകങ്ങളൊക്കെയാണ് ഭയങ്കര ഡീറ്റെയിൽസ്. അത്ര വായിക്കാനുള്ള താല്പര്യം എത്ര മനുഷ്യന്മാർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരേ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് അറിയണമെന്ന് നിർബന്ധമാണ്. അദ്ദേഹത്തിന്റെ ജീവിത കഥയും അദ്ദേഹത്തിന്റെ സങ്കല്പവും അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളും അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്ത സംഭാവനകളൊക്കെ ഈ ഭരണഘടന എഴുതിയ വഴിക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഓരോരോ തീരുമാനങ്ങൾ, അത് രാഷ്ട്രീയത്തിൽ അദ്ദേഹം നമ്മുടെ സ്വതന്ത്ര സമരത്തിൽ കുറച്ച് മാറി നിന്നിട്ടും അതേ ഒരേ സമയത്ത് ഭാഗമെടുത്തിട്ടും പിന്നെ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം 2-3 പാർട്ടി സ്ഥാപിച്ചു. ഏത് പാർട്ടിയും വലിയൊരു സക്സസ് ആയിരുന്നില്ല. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന്റെ അതിനെക്കുറിച്ചുള്ള ചിന്ത, പിന്നെ അദ്ദേഹത്തിന്റെ മതത്തിനെ കുറിച്ച് ചിന്ത, ഹിന്ദു മതത്തിനെ ആദ്യം അദ്ദേഹം അകത്തുനിന്ന് മാറ്റാൻ ശ്രമിച്ച് അവസാനത്തിൽ ഇതിന്റെ അകത്ത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന ബുദ്ധിസ്റ്റായ അംബേദ്കർ, അതിന്റെ ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കണം ഈ വിഷയങ്ങളെ കുറിച്ച് പറയാനായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷെ അത് ചുരുക്കിയ നീളത്തിൽ. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിലൊരു 40,000 വേർഡ്സിന്റെ ഒരു പുസ്തകം ഇംഗ്ലീഷ് എഴുതാൻ ആദ്യം വിചാരിച്ചത്. അവസാനത്തിൽ 50 or 60 എത്തി തോന്നുന്നു, അല്ലെ 60 തോന്നുന്നു. പക്ഷെ എൻ്റെ ഐഡിയ തന്നെ ആയിരുന്നു, പ്രത്യേകിച്ച് ഈ തലമുറയ്ക്ക്, നിങ്ങൾ ക്ഷമിക്കണം ചെയ്ത് പറഞ്ഞാല്, നമ്മളുടെ ഒരു സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് ജനറേഷനാണ്. നിങ്ങളെല്ലാവർക്കും ഒരു ദീർഘമായിരുന്ന് വായിക്കാനുള്ള സ്വഭാവം ഉണ്ട്. നിങ്ങളെല്ലാം ഞാൻ പറയാം. പക്ഷെ നിങ്ങളുടെ പ്രായമുള്ളവർക്ക് ഭൂരിപക്ഷം ആൾക്കാർക്ക് കൊണ്ടുപോകുന്നതിന് മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. ആക്ച്വലി 2003 തന്നെ ഞാൻ ഇതേപോലെ നെഹ്റുവിനെ കുറിച്ചൊരു പുസ്തകം വായിച്ചു. അപ്പോ എന്റെ ഉദ്ദേശം, ആ സമയത്ത് വാജ്പേയി ഭരണമായിരുന്നു ഇവിടെ BJPയുടെ. അവരെന്നെ ഒരുമാതിരിയൊക്കെ പിന്നെ നെഹ്റുവിനെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇതുപോലെയുള്ള ഇപ്പോ മോദി എല്ലാ ദിവസവും BJPക്കാർ എല്ലാ ദിവസവും പിന്നെ ചീത്ത പറയണ പോലെയല്ല. ആ കാലത്ത് കുറച്ചൊക്കെ മര്യാദയോട്. പക്ഷെ ആ BJP ഈക്കോ സിസ്റ്റം ഭരണത്ത് വന്ന ശേഷം അവരും നെഹ്റുവിനെ എതിർക്കെ സംസാരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു നെഹ്റുവിനെ കുറിച്ച് ഇപ്പോ ജനങ്ങൾക്ക് അറിവില്ല. അദ്ദേഹം മരിച്ചത് 40 വർഷമായി, 40 വർഷമായി ആ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് ഒരു ഷോർട്ട് പുസ്തകം എഴുതിയാൽ, ഒരു 150 പേജ് 200 പേജ് ഒരു പുസ്തകം എഴുതിയാൽ
ഒരു പക്ഷേ ജനങ്ങൾക്ക് വായിക്കാനുള്ള സാധ്യത കൂടും. പക്ഷെ അതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? അതുപോലെ തന്നെ അംബേദ്കറിന്റെ പുസ്തകം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചിന്തകൾ, ഏതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയാസ്, സങ്കല്പം, ഈ രാജ്യത്തിൽ എന്താണ് നമ്മൾക്ക് ഇന്നിപ്പോ വിലവെക്കാനായി, അറ്റ്ലീസ്റ്റ് ഞാൻ എന്താ വിലവെക്കുന്നത്, അതിനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ എഴുതിയത്. അപ്പൊ അതേപോലെ ഈ ഫോർമുല അംബേദ്കർ പുസ്തകത്തിലും പറ്റിയതായിരുന്നു. കാരണം അവർക്ക് അറിഞ്ഞു ഇങ്ങനെ ഒരു പുസ്തകം നമ്മൾ എഴുതിയാൽ ഒരു പക്ഷേ അംബേദ്കറിനെ കുറിച്ച് അതർവൈസ് വായിക്കാൻ താല്പര്യമില്ലാത്തവർ വായിക്കും. അതായിരുന്നു ഒരു ലോജിക്ക്. അതിൽ ഈ ഭരണഘടനത്തിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു. പക്ഷെ അത് മാത്രമായിരുന്നില്ല. ഭരണഘടനത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസവും ഭരണഘടന നമ്മുടെ രാജ്യത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ ഒരു ആയുധമായിട്ട് അദ്ദേഹം കണ്ടിട്ട് അതിനും ചെയ്തത് ഞാൻ എഴുതി പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു എന്റെ ലോജിക്ക്. കേട്ടോ? സാറ് ഐക്യരാഷ്ട്ര സഭയിലെ അണ്ടർ സെക്രട്ടറി ജനറലായിരുന്നു, പിന്നെ ഒരു രാഷ്ട്രീയക്കാരനാണ് ആൻഡ് റൈറ്ററാണ്. ഈ 3 മേഖലകളിൽ സാർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന മേഖല ഏതാണ്? അതിനപ്പുറം ഈ 3 മേഖലകളല്ലാതെ സാർ ഇന്നതാണ് എന്ന് അറിയപ്പെടാൻ സാർ ആഗ്രഹിച്ച ഒരു മേഖല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഇത്രയും വൊക്കാബുലറീസ്, ഇത് ഇങ്ങനെയാണ് സാർ ഇത്രയും വൊക്കാബുലറീസ് സാർ സംസാരിക്കുന്നത്? അല്ല, ആദ്യം പറയാനുള്ളത് ഈ വൊക്കാബുലറി വിഷയം വലിയൊരു ഇതാണ്. ഞാൻ കുറെ വായിച്ചു, പക്ഷെ അത് എനിക്കൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എന്റെ കാലത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, TV ഉണ്ടായിരുന്നില്ല, കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നില്ല, മൊബൈൽ ഫോൺസ് ഉണ്ടായിരുന്നില്ല, നിന്റെൻഡോ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഞാനൊരു കുട്ടിക്കാലത്തിൽ പ്രത്യേകിച്ച് ഒരു അസുഖകാരനായിരുന്നു. ഞാൻ ഈ ആസ്മ അസുഖമുണ്ടല്ലോ, ശ്വാസമുട്ടൽ, അതുണ്ടായ കാരണം നമുക്ക് കുറെ സമയം പോയി പിള്ളേരൊപ്പം കളിക്കാനോ വെളിയിൽ പോകാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. കുറേ സമയം ബെഡിൽ കിടന്നിട്ട് ശ്വാസം മുട്ടി ഇങ്ങനെ കിടക്കാൻ കൂടി സാധിക്കില്ല. കിടന്നാലും ശ്വാസം കിട്ടില്ല. ഇരുന്നിട്ട് ഇങ്ങനെ കുറേ നേരം ചിലവാക്കേണ്ട ആവശ്യമുള്ള ഒരു കുട്ടിക്കാലത്തിൽ ഞാൻ അപ്പോഴേ തീരുമാനിച്ചു വായനയാണ് എൻ്റെ രക്ഷ. ഇപ്പൊ ഞാനിപ്പോ ഇംഗ്ലീഷിൽ പറയുന്നത് ബുക്സ് ഫോർ മൈ എസ്കേപ്പ്, ബുക്സ് ഫോർ മൈ എന്റർടൈൻമെന്റ്, ബുക്സ് ഫോർ മൈ എഡ്യൂക്കേഷൻ. അപ്പൊ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഈ വൊക്കാബുലറിയും കാര്യങ്ങളൊക്കെ വന്നത്. കാരണം ഒരേ ഒരു വാക്ക് നമ്മൾ 4-5 സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥവും അതിന്റെ ഉപയോഗവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇല്ലേ? അപ്പൊ ആ ആസ്മ നിറഞ്ഞ കുട്ടിക്കാലത്തിന്റെ ഒരു ലെഗസിയാണ് ഈ വൊക്കാബുലറി വിഷയം. പക്ഷെ മറ്റേ താങ്കൾ പറയുന്നത് നോക്കൂ, ഞാൻ കാണുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ അവസരങ്ങൾ പോലെ ഇരിക്കും. പക്ഷെ നമ്മളുടെ സ്വന്തം മനുഷ്യത്വവും നമ്മളുടെ സ്വന്തം കാഴ്ചപ്പാടും നമ്മൾ ശരിക്കും എങ്ങനെ ലോകം കാണുന്നത് അതൊരു വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഞാൻ ഏത് ജോലി ചെയ്താലും മനുഷ്യൻ ഒന്ന് തന്നെയാണ്. ഞാൻ ഏത് സ്ഥാനത്തിലുണ്ടായാലും എൻ്റെ പെരുമാറ്റത്തിലോ എൻ്റെ വിശ്വാസങ്ങളിലോ എൻ്റെ ഓരോരോ കാര്യങ്ങളിലോ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. നാളെയും ഈ സ്ഥാനങ്ങളൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. എൻ്റെ അർത്ഥം, ആൾക്കാർ എന്നെ ഒരു MP ആയിട്ട് അറിയപ്പെടാൻ ആവശ്യമില്ല, ഒരു അണ്ടർ സെക്രട്ടറി ജനറലായിട്ട് അറിയാൻ ആവശ്യമില്ല. ഒരു സ്ഥാനം വെച്ചിട്ടല്ല ഞാൻ എൻ്റെ വില ഈ ലോകത്തിൽ കാണുന്നത്. അത് ഒരു ഇമ്മോഡൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, പക്ഷെ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥാനങ്ങളുടെ വില നമുക്ക് നല്ലോണം അറിയാം. ഞാൻ ഇപ്പൊ തന്നെ ഒരു മുൻ മന്ത്രി ആയിക്കഴിഞ്ഞു. ഒരു ദിവസം ഞാനൊരു മുൻ MP ആകും. പക്ഷെ ദൈവം സാക്ഷ്യം ഒരിക്കലും ഒരു മുൻ എഴുത്തുകാരനാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാം വെച്ച് ആവശ്യമുള്ളത് ഒരു എഴുത്ത് തന്നെയാണ്. My question is, sir, ഇത്രയും ഈ ഇടയ്ക്ക് വായിച്ചതിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ബുക്കാണ്, എല്ലാവരും വായിച്ചിരിക്കണമെന്ന് സാറിന് തോന്നിയ ഒരു ബുക്കാണ്? നമുക്ക് ഞാൻ പറയുന്നതിൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ കഴിഞ്ഞ വർഷത്തിൽ എന്നെ എല്ലാം സ്ട്രൈക്ക് ചെയ്ത പുസ്തകം സൽമാൻ റുഷ്ദിയുടെ വിക്ടറി സിറ്റിയാണ്. ഈ റുഷ്ദിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഭയങ്കരമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒരു ക്രിയേറ്റീവ് റൈറ്റർ ആയിട്ട് എന്റെ അഭിപ്രായത്തിൽ ശരിക്കും അഥവാ ഒരു ഇന്ത്യക്കാരൻ നൊബേൽ പ്രൈസ് കിട്ടാൻ അർഹതമാണെങ്കിൽ അത് സൽമാൻ റുഷ്ദി തന്നെയാണ്. അത്രത്തോളം അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇംഗ്ലീഷിന്റെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തിക്കുന്ന രീതി, എഴുതുന്ന രീതി, അദ്ദേഹത്തിന്റെ ലിറ്റററി കോൺട്രിബ്യൂഷൻസ് എല്ലാം അത് ഒരു കാര്യം. രണ്ടാമത്തത്, അദ്ദേഹം കുറച്ച് ഈ സെറ്റാനിക് വേഴ്സസ് വിവാദം വന്ന ശേഷം അദ്ദേഹത്തിന്റെ സ്റ്റൈലിലും ചില മാറ്റങ്ങൾ വരുന്ന പലർക്കും ഭയമുണ്ടായിരുന്നു. ചില പുസ്തകങ്ങൾ കുറച്ച് ഒരുമാതിരി ഒരു ദൗർബല്യം കാണിച്ചു. ഉദാഹരണം, ഒരു നോവൽ ഉണ്ടായിരുന്നു ഫ്യൂറി എന്ന് പറഞ്ഞിട്ട് തീരെ സൽമാൻ റുഷ്ദിയുടെ ക്വാളിറ്റി ആയ ഒരു പുസ്തകമൊന്നും ആയിരുന്നില്ല. പക്ഷെ ഈ പുസ്തകം അദ്ദേഹം വീണ്ടും ഒരു
ടോപ്പ് ലെവലിലേക്ക് തിരിച്ചും എത്തിയിരിക്കുകയാണത്. അദ്ദേഹം ഇപ്പോ എല്ലാ 2 വർഷവും ഒരു നോവൽ ഇറക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു അദ്ദേഹത്തിന്റെ ബെസ്റ്റിന്റെ ഒപ്പം എണ്ണാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ്. മൂന്നാമത്തത്, അദ്ദേഹത്തിന്റെ ഓരോരോ തീംസ് നമ്മൾ ലോകം മുഴുവൻ കണ്ടിരിക്കുന്നതിനെക്കാട്ടൊരു ഡിപ്പാർച്ചറാണ്. കാരണം അദ്ദേഹം ശരിക്കും നമ്മളുടെ വിജയനഗർ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിനെ ഒരു ഫാന്റസി നോവൽ റീഇൻവെന്റ് ചെയ്തിട്ട് എഴുതിയൊരു നോവലാണ്. അതിന് ഒരു ദശമാണ്. ശരിക്കും അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്ത്യ എപ്പോഴും ഈ കോസ്മോപോളിറ്റൻ ബോംബെ ഇന്ത്യ ആയിരുന്നു. നഗര ജീവിതം, പല മതത്തിന്റെ ആൾക്കാർ ഒരുമിച്ച്, ഒരേ സാധാരണ തീംസ് ഒക്കെ ആയിരുന്നു. ഇത് ആദ്യം അദ്ദേഹം ഒരു 15-16 നൂറ്റാണ്ടത്തെ ഒരു ഹിന്ദു സാമ്രാജ്യത്തെ എടുത്തിട്ട് നോവൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സങ്കല്പവും അദ്ദേഹത്തിന്റെ അതിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വായിക്കാൻ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഓൾ ദീസ് റീസൺസ് എൻ്റെ അഭിപ്രായത്തിൽ പുസ്തകം കുറച്ചുകൂടെ ആൾക്കാർ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വായിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അത് വലിയൊരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നില്ല എന്ന് എനിക്കൊരു ചെറിയ ദുഃഖമുണ്ട്. രവി അതിന് മലയാളത്തിൽ ആക്കണ്ടോ? ഇല്ല, നിങ്ങൾ തന്നെ ആക്കി കഴിഞ്ഞു. അപ്പൊ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് റിയലി വെരി ഗുഡ്. സർ, ഞാൻ രാഹുൽ. മതത്തെ ദൈവങ്ങളെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുന്ന നമ്മുടെ ഇന്ത്യ പോലെ രാജ്യത്തിന് എത്രത്തോളം അപകടകരമാണ്, അത് രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കെന്നാണ്. ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? പിന്നെ അങ്ങ് നല്ല എഴുത്തുകാരനും വായനക്കാരനൊക്കെയാണ്. അങ്ങയുടെ സഹപ്രവർത്തകരായിട്ടുള്ള അങ്ങയുടെ പാർട്ടികളും മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ വായന ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടോ? അതെങ്ങനെയാണെന്ന് സാധ്യത? താങ്കൾ പറഞ്ഞത് വെരി വെരി വെൽ പറഞ്ഞ. തുടക്കത്തിൽ നമ്മുടെ ഭരണഘടനത്തിൽ തന്നെ ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അത് ആ സെക്യുലർ വാക്ക് എഴുതിയ കാര്യമല്ല. ആ വാക്ക് എഴുതിയത് 76-ലാണ്. 47 മുതൽക്ക് തന്നെ അവർ പാർലമെന്റ് അകത്ത് തന്നെ ഒരു ചർച്ച നടന്നു. പാർലമെന്റ് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന എഴുതുന്ന സമയത്ത് വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു. ഒരാൾ എണീച്ച് പറഞ്ഞു, ഇപ്പൊ പാകിസ്ഥാൻ പോലെ രാജ്യം മുസ്ലിംസ് വേണ്ടി ഉണ്ടാക്കിയില്ല, നമ്മളൊരു ഹിന്ദു രാജ്യമാവണ്ടേ, അങ്ങനെ പ്രഖ്യാപിക്കേണ്ടത് പറഞ്ഞപ്പോൾ ഭയങ്കര ചർച്ച ഉണ്ടായിരുന്നു. അദ്ദേഹം 90% ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ട് എല്ലാം നമ്മൾ എല്ലാവരെയും രാജ്യമാണ് നമ്മൾ കാണേണ്ടത്, അതാണ് നമ്മുടെ ചരിത്രം, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, ആ വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോ എല്ലാവർക്കും അവർ സ്വന്തം മതമുണ്ടാവും, സ്വന്തം മതവിശ്വാസം ഉണ്ടാവും. ഇന്ത്യ ഒരു ഭയങ്കര റിലീജിയസ് രാജ്യമാണ്. കഴിഞ്ഞ വർഷം കൂടി ഒരു അന്താരാഷ്ട്രീയ പോൾ ഉണ്ടായിരുന്നു, പ്യൂ പോൾ ആയിരുന്നു. അവര് കണ്ടുപിടിച്ചത് ഇന്ത്യ ഇസ് ദ വേൾഡ്സ് മോസ്റ്റ് റിലീജിയസ് നേഷൻ. പറഞ്ഞാല് 97% ആൾക്കാർ ഭാരതത്തിൽ പറഞ്ഞ് ഞങ്ങളുടെ വിശ്വാസികളാണ്. മറ്റേ രാജ്യങ്ങളൊക്കെ ഒഫീഷ്യൽ റിലിജൻ ഉള്ള രാജ്യങ്ങളിലും കൂടി 73, 67 അങ്ങനെയുള്ള ശതമാനങ്ങളാണ്. ചില വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ 23% വലിയ മതവിശ്വാസികളെന്ന് പറയാൻ തയ്യാറായിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയിലെ മതം അത്യാവശ്യമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന എപ്പോഴും നെഹ്റുവിന്റെ കാലം മുതൽക്ക് രാഷ്ട്രീയത്തിൽ അവർ പറഞ്ഞത് മതത്തിനെ കുറിച്ച് നമ്മൾക്ക് രാഷ്ട്രീയം ആവശ്യമില്ല, മതത്തിന്റെ വിഷയമേ രാഷ്ട്രീയത്തിൽ വരേണ്ടത്. അപ്പോ ആ വിശ്വാസത്തിലാണ് ഭൂരിപക്ഷം പാർട്ടികളും നമ്മളുടെ രാഷ്ട്രീയവും കുറെ വർഷങ്ങൾ, 10-50 വർഷങ്ങൾ മുന്നോട്ട് പോയത്. 40 വർഷം എന്തായാലും പറയാം. ഒരു പാർട്ടി മാത്രം വേറെ അഭിപ്രായമായിരുന്നു. അത് ആദ്യം ഹിന്ദു മഹാസഭ നമ്മളുടെ സ്വതന്ത്ര സമര സമയത്ത് അവർക്ക് 1-2% വോട്ടിനെക്കാട്ടും കൂടുതൽ കിട്ടിയില്ല. പിന്നെ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് സർദാർ പട്ടേൽ തീരുമാനിച്ചപ്പോൾ അവര് തീരുമാനിച്ചു ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടി, ഞങ്ങളുടെ വിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ പാർട്ടി വേണം. അപ്പൊ അങ്ങനെയാണ് അവര് 1981 ഭാരതീയ ജനസംഘ് സ്ഥാപിച്ചത്. ജനസംഘ് ഒരു 26 വർഷം കഴിഞ്ഞിട്ട് മറ്റേ പാർട്ടികളൊപ്പം മേർജ് ചെയ്തിട്ട് ജനതാ പാർട്ടി ഉണ്ടായി. പക്ഷെ ജനതാ പാർട്ടി 3 വർഷമേ ആ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. 3 വർഷത്തിനകത്ത് പൊളിഞ്ഞു. എന്നിട്ട് ജനസംഖ്യകള് മാറി നിന്നിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കി. അപ്പോ ഭാരതീയ ജനതാ പാർട്ടി ആദ്യം അവരുടെ പ്രിവെയിലിംഗ് ഐഡിയോളജി അവർ അഡോപ്റ്റ് ചെയ്തത് ഗാന്ധിയൻ സോഷ്യലിസം എന്നാണ് പറഞ്ഞത്. പക്ഷെ ആർക്കും അതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ജനതാ പാർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ തന്നെയുള്ള വിഷയമായിരുന്നു ഡ്യുവൽ മെമ്പർഷിപ്പ്. ഒരേ സമയത്ത് നിങ്ങൾ ജനതാ മെമ്പറും RSS മെമ്പറും ആവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു തീരുമാനം ജനതാ പാർട്ടി എടുത്തപ്പോഴാണ് ഇവരൊക്കെ മാറി നിൽക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അവർ RSSന്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവര് ഹിന്ദുത്വ ഞങ്ങളുടെ ഐഡിയോളജിയാണ് ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്തത്. അത് പാലൻപൂർ റെസൊല്യൂഷൻ 1989 ആണ്. അപ്പൊ അതുവരെ രാഷ്ട്രീയത്തിനകത്ത് മതം കൊണ്ടുവരുന്ന വിശ്വാസിക്കുന്ന ഒരു പാർട്ടി വേറെ ശരിക്കും പറയുക ഒഫീഷ്യലി ഉണ്ടായിരുന്നില്ല. പക്ഷെ 89 BJP അതിനെ ഒഫീഷ്യലാക്കി.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ ആ രാം ജന്മഭൂമി ആജിറ്റേഷൻ, ബാബറി മസ്ജിദിനെ 92 പൊളിക്കണത്, പിന്നെ അവരുടെ ഓരോരോ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് കൂടിക്കൂടി വരുന്നത് എല്ലാം മതത്തിന്റെ അടിസ്ഥാനം തന്നെ ആയിരുന്നു. അവര് പറഞ്ഞിരിക്കുന്നത് ഹിന്ദു സമുദായത്തിനെ പിന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ നിൽക്കുന്നത് മാത്രമല്ല, നമ്മളുടെ എതിരെ 1000 വർഷം പിന്നെ അന്യായങ്ങൾ ചെയ്ത മുസ്ലിംസും ക്രിസ്ത്യൻസ് പറഞ്ഞ ബ്രിട്ടീഷുകാര് അവരെ എതിരിച്ച് നമ്മൾക്ക് നമ്മുടെ സ്വന്തം ഗ്ലോറിയിൽ ജീവിക്കാനൊരു അവസരമാണെന്ന് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് വന്നത്. ഓരോ ഇലക്ഷനിൽ അവർ സീറ്റുകൾ കൂടി വന്നു, നിങ്ങൾക്കറിയാം. പിന്നെ 96 അവർ 13 ദിവസത്തിന് ഭരണത്ത് വന്നു. 13 ദിവസം കഴിഞ്ഞിട്ട് സർക്കാർ വീണു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും 98 വരുമ്പോൾ അവർ 6 വർഷം ഭരിച്ചു. അങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്, ഇതിനെ നമ്മൾ വെറുതെ മാറ്റി നിർത്താൻ സാധിക്കില്ല. ഈ മതവിഷയത്തിനെ കുറിച്ച് നമ്മളും ചിന്തിച്ച് നമ്മളുടെ സ്റ്റാൻഡ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്കായിരിക്കും നഷ്ടം. ഇത് പ്രത്യേകിച്ച് മോദി 2014 വന്ന ശേഷം ഒരു ഫുൾ മെജോറിറ്റി, വലിയ ഭൂരിപക്ഷം വെച്ചിട്ട് വന്ന ശേഷം ഇതിന്റെ ആവശ്യം അതുമീതെ കൂടുതലായി. കാരണം അവരിപ്പോ തുറന്നു പറയാൻ തുടങ്ങി. മുമ്പൊക്കെ ജനങ്ങൾ ഒളിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. മുസ്ലിം അപ്പീസ്മെന്റ് എന്നൊക്കെ പറയണം, ക്രിസ്ത്യൻ കൺവേർഷൻ, ഓരോ രീതിയിൽ സംസാരിക്കലും ഓരോരു ഹിന്ദു ക്ഷേത്രത്തിനെ അവർ തിരിച്ചെടുക്കണം, വലുതാക്കണം, അതെന്നൊക്കെ പറഞ്ഞിട്ട് തുറന്ന് പറയാൻ തുടങ്ങി. ഇപ്പൊ ഞാനൊരു എഴുത്തുകാരനെ എന്റെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ടെന്ന് പറഞ്ഞ പുസ്തകം 97 പബ്ലിഷ് ചെയ്തത്. DC ബുക്സിന്റെ എന്റെ ആയിട്ട് ആദ്യത്തെ പുസ്തകമായിരുന്നു. എന്റെ 5ാമത്തെ പുസ്തകമായിരുന്നു. പക്ഷെ അതിന്റെ മുമ്പ് അവരെ മലയാളത്തിൽ ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്റെ പുസ്തകം. അപ്പൊ ആ പിന്നെ പുസ്തകം ഇറക്കുന്ന സമയത്ത് ബാബറി മസ്ജിദിന്റെ ആ ഇതൊക്കെ സംഭവിച്ച ശേഷം 5 വർഷം എന്നത് പുസ്തകം ഇറങ്ങും 5 വർഷം, ഞാൻ എഴുതും 4 വർഷം. അപ്പൊ കുറച്ചും കൂടി എന്നിട്ടും കൂടി ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ആകെ 3-4 പേജ് എഴുതി. തോന്നിയില്ല ഞാൻ എന്റെ വിശ്വാസങ്ങളും എന്തുകൊണ്ടാണ് ഞാൻ ഹിന്ദു ആണെന്നൊക്കെ ചിന്തിച്ച് 2-3 പേജ് എഴുതി. എന്നെ ഇങ്ങനെ വളർത്തിയതാണ്, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. അത്ര വിട്ടു. 400 പേജ് പുസ്തകത്തിൽ 2-3 പേജ് എഴുതിയുള്ളൂ. പക്ഷേ മോദി ഭരണം വന്ന ശേഷം, അപ്പൊ ഇന്ത്യ ഫ്രം മിഡ്നൈറ്റ് ടു മില്ലേനിയം എഴുതി 97 20 വർഷം ആകുമ്പോഴേക്കും ഈ വിഷയത്തിന് നമ്മൾക്ക് ഇതിന്റെ പ്രാധാന്യം ചുരുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമായി. കാരണം അത്രത്തോളം മോദിയും BJPയും ഈ വിഷയത്തിനെ ഒരു പ്രോമിനന്റ് ടോപ്പിക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത്. ഞാൻ ഇതുകൊണ്ട് ഹിന്ദുവായിട്ട്. കാരണം ഇത് ആ 2-3 പേജ് പോരായി ജനങ്ങൾക്ക് നമ്മൾക്കൊരു വേറെ പോയിന്റ് ഓഫ് വ്യൂ കാണിക്കണം നിർബന്ധമായി. അതിൻ്റെ ഒപ്പം എനിക്കും തോന്നി ഇത് വെറും നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന പോലെ മതേതരത്വം ഒരു ഭാഗത്തും മതവിശ്വാസം വേറെ ഭാഗത്തും വെച്ചാൽ അത് ഇന്ത്യ മുഴുവൻ നടക്കില്ല. ഒരു പക്ഷേ കേരളത്തിൽ നടക്കുമായിരിക്കും. അതും കൂടി എത്രത്തോളം നടക്കും നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലേ അറിയുള്ളൂ. പക്ഷെ ഇന്ത്യ മൊത്തം അങ്ങനെ ഒരു തർക്കത്തിൽ മതേതരമായും തോൽക്കുണ്ടാകും. ഇപ്പൊ ഞാൻ ഹിന്ദു മതവിശ്വാസിയായിട്ട് ഹിന്ദു മതത്തിന്റെ അകത്ത് ഒരു തർക്കമായിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. ഹിന്ദുത്വ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ വിശ്വാസമാണ്, ഹിന്ദു മതത്തിന്റെ വിശ്വാസമല്ല എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പുസ്തകത്തിനെ പ്രത്യേകിച്ച് ഓരോ ഇന്ത്യൻ ഭാഷകളിലുള്ള ആൾക്കാർ വായിച്ച് മനസ്സിലാക്കണം എന്നൊരു വലിയൊരു ആവശ്യം തോന്നിയത്. ഹിന്ദിയിലും ഇപ്പോൾ ആൾക്കാർ നല്ലപോലെ ഇപ്പോൾ കൂടി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. മറാഠിയിൽ ഇറങ്ങി, കന്നഡയിൽ ഇറങ്ങി, മലയാളത്തിൽ ഓഫ്കോഴ്സ് DC ബുക്സിന്റെ എഡിഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് ഇത് ഈ വിഷയം ഓടിപ്പോകാൻ എനിക്ക് കഴിഞ്ഞു പോകാൻ പോകുന്നില്ല. ഇത് അടുത്ത ഇലക്ഷൻ BJP തോറ്റാൽ കൂടി അവരുടെ ഈ 2024 തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ച സ്റ്റാൻഡ് തന്നെയാണ്. അവർക്ക് ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട വിശ്വാസം. ഇതിന്റെ പേരിലാണ് അവർ ഇലക്ഷൻ മത്സരിക്കാൻ പോണത്. ഹിന്ദു സമുദായത്തിന് വേണ്ടിയിട്ടും ഹിന്ദു കൾച്ചർ വേണ്ടിയിട്ടും ഹിന്ദു ചരിത്രത്തിനും കൂടി പിന്നെ മുന്നോട്ട് വെച്ചിട്ടും ഹിന്ദു മതത്തിന്റെ പേരിൽ ഒരു മാറ്റം കൊണ്ടുവരാണ്. പക്ഷെ അത് ശരിക്കും ഞാൻ പറഞ്ഞത് ഹിന്ദു മതത്തിനെ ചതിക്കുന്ന ഒരു വിശ്വാസമാണത്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദു മതത്തിന്റെ ബേസിക് വിശ്വാസങ്ങളെ അവര് ശരിക്കും തകർത്തിട്ടാണ് അവർ ഹിന്ദുത്വം കൊണ്ടുവന്നിരിക്കുന്നത്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. പക്ഷേ 400 പേജിന്റെ പുസ്തകം 2 മിനിറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒന്നെന്താണ്, സ്വാമി വിവേകാനന്ദ എപ്പോഴും പറഞ്ഞു, ഞാൻ അഭിമാനത്തോട് പറയുന്നു, എൻ്റെ മതത്തിൽ ഞങ്ങള് എല്ലാ മതത്തിനെയും നമ്മൾ സ്വീകരിക്കുന്നത് മാത്രമല്ല, വി ബിലീവ് നോട്ട് ഓൺലി ഇൻ ടോളറൻസ് ബട്ട് ഇൻ അക്സെപ്റ്റൻസ്. ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് സ്വീകരണം തന്നെയാണ്, പക്ഷെ അത് കുറച്ചുകൂടി ഒരു അധികം പറയണത്. ഇപ്പൊ ഞാൻ അതിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഞാൻ എന്താ പറയണത്, ടോളറൻസ് പറഞ്ഞാല്
ശരി, ഞാനാണ് ഇവിടുത്തെ രാജാവ് അല്ലേ, അപ്പോ എനിക്ക് എന്റെ സത്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സത്യമുണ്ട് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ സത്യം തെറ്റാണ്, പക്ഷെ ഞാൻ നിങ്ങളെ എന്റെ പിന്നെ കിങ്ഡമിൽ ജീവിക്കാൻ അവകാശം തരുന്നു. യു മേ സ്റ്റേ, ഐ വിൽ ഇൻഡൾജ് യു ഇൻ യുവർ റൈറ്റ് ടു ബി റോങ്. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതാണ് ടോളറൻസ്. വിവേകാനന്ദൻ പറയുന്നത് ഹിന്ദുമതം അതല്ല. ഹിന്ദുമതം പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. എനിക്ക് എന്റെ സത്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സത്യമുണ്ട്, ഞാൻ നിങ്ങളുടെ സത്യത്തെ ബഹുമാനിക്കുന്നു, നിങ്ങൾ എന്റെ സത്യത്തെ ബഹുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ കെട്ടിയിരിക്കുന്നതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോ ആ വിശ്വാസം ഇല്ലാത്തവര് രാഷ്ട്രീയം ചെയ്യുമ്പോൾ അവരുടെ രാഷ്ട്രീയം ശരിക്കും ഹിന്ദു മതത്തിന്റെ എതിരാണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പൊ താങ്കൾ ചോദിക്കുമ്പോൾ എല്ലാ പാർട്ടിയുടെ അകത്തും എല്ലാ ജനങ്ങൾക്കും അവർ സ്വന്തം മതവിശ്വാസം ഉണ്ടാവാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ ഭരണഘടനത്തിൽ എഴുതിയിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മനുഷ്യനോട് പറയാൻ പാടില്ല നിങ്ങൾക്ക് ഈ മതം വിശ്വസിക്കാൻ പാടില്ല എന്ന്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയോ മറ്റേ സോ കോൾഡ് മതേതര പാർട്ടികളും, എല്ലാം മതേതരമല്ല. ചിലവര് പിന്നെ ശരിക്കും ഡിക്ഷണറി ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ സെക്യുലറിസം എന്ന് പറഞ്ഞാല് മതത്തിന് കുറച്ച് ദൂരം നിൽക്കുന്നതാണ് സെക്യുലറിസം. യു ഹാവ് ടു ഡിസ്റ്റൻസ് യുവർ സെൽഫ് ഫ്രം റിലിജൻ. പക്ഷെ ഭാരതത്തിൽ എല്ലാവരും മതം തുറന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രാജ്യമായ കാരണം ആ ഡിസ്റ്റൻസിങ്, ആ ദൂരം നിൽക്കുന്നത് സാധിക്കില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷെ അതിനെ രാഷ്ട്രീയത്തിൽ ദുരുപയോഗം ചെയ്യേണ്ടതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് തെറ്റില്ല. ഞാൻ തന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പൂവാത്തോടെ ക്ഷേത്രമില്ല, അതുപോലെ തന്നെ ഒരേ സമയത്ത് പൂവാത്തോടെ മസ്ജിദും ഇല്ല, പൂവാത്തോടെ പള്ളിയുമില്ല. നമ്മളെല്ലാവരെയും പോവും. അത് ജനങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ഒരു ബഹുമാന്യം, ഒരു റെസ്പെക്ട് കാണിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അത് സെക്യുലർ അല്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ മതത്തിന് ദൂരമായി നിൽക്കുകയല്ല, എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുകയാണ്. അതാണ് നമ്മുടെ വലിയ രാഷ്ട്രീയ ഫിലോസഫി. BJP അങ്ങനെയല്ല കാണുന്നത്. BJPക്ക് ഒരു മതമാണ് പ്രാധാന്യം, ബാക്കി എല്ലാവരും നമ്മളിവിടെ താമസിക്കാനും പ്രാക്ടീസ് ചെയ്യാനും സമ്മതിക്കുന്നത് മാത്രമല്ല ഒരു വിശ്വാസം. അതാണ് രാഷ്ട്രീയത്തിൽ ഞാൻ കാണുന്ന എല്ലാം വെച്ച് വലിയ ഈ മതത്തിന്റെ ചോദ്യത്തെ കുറിച്ച് ഇതാണ് എല്ലാം വെച്ച് വലിയ വ്യത്യാസം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 76 വർഷം പിന്നീട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് ഉടുക്കണം, നമ്മൾ എന്ത് കാണണമെന്ന് നമ്മളെ ഭരിക്കുന്നവർ നമ്മൾ ആരെ സ്നേഹിക്കണം, എല്ലാം അതും കൂടി അവരാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെ ഭരിക്കുന്നവർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രരാണ്. നോക്കൂ, ഇതല്ലേ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന നമ്മുടെ ആ സ്വാതന്ത്ര്യം നമുക്ക് വേണോ വേണ്ടതെന്ന്. നമുക്കറിയാമല്ലോ ഈ രാഷ്ട്രീയത്തിൽ ഭരണത്തിൽ വരണം ഇതൊക്കെ ചെയ്യാൻ. അഫ്കോഴ്സ് പ്രതിപക്ഷ നേതൃത്വം ചിലർക്ക് ചില കാര്യങ്ങൾ ചർച്ചയാക്കും. ബജ്രംഗ് ദല്ലൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തന്നെ വാലന്റൈൻസ് ഡേയിൽ ഒരു ആണും പെണ്ണും ഒരുമിച്ച് കണ്ട അവരെ അടിക്കലും അവര് ഒരുമിച്ച് ഇരിക്കണേനൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലീസുകാർ പോയി അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ അവർ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്യില്ല, അവരെ തടുക്കില്ല എന്നൊരു വിശ്വാസത്തിൽ പലവരും ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. പക്ഷേ പിന്നെ എനിക്ക് വലിയ സംശയമില്ല, ഇവരെ പോലുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ജയിച്ചു വന്നാൽ ചില മാറ്റങ്ങൾ അവർ നമ്മളുടെ സാമൂഹ്യത്തിനകത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കും. അതുതന്നെ ആയിരിക്കും അതില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ഭൂരിപക്ഷം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ബീഫ് കഴിക്കാൻ സാധിക്കില്ല. ആക്ച്വലി ഇന്ത്യയിൽ ആകെ 3-4 സ്റ്റേറ്റിൽ ശരിക്ക് ബീഫ് കഴിക്കാൻ സാധിക്കുള്ളൂ. ഒരു കടയിൽ പോയ പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്യാൻ കൂടി ഗോവ, കേരള, നോർത്ത് ഈസ്റ്റ് ഒഴിച്ചിട്ട് വേറെ എവിടെയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ അതൊരു നിങ്ങൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനമാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ഇപ്പൊ കുപ്പായുണ്ട് മോദി തുറന്ന് പറഞ്ഞില്ലേ, ചിലവരുടെ വേഷത്തെ നമുക്ക് മനസ്സിലാക്കാൻ അവര് ദേശദ്രോഹികളാണ്. അതിന്റെ അർത്ഥം എന്താണ്? കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നവരാരാണ്? സിഖ്സ് ആണ്. പക്ഷെ അവർ സിഖിന്റെ എതിരല്ല പറയുന്നത്. മുസ്ലിംസും ഉണ്ടല്ലോ, താടി, തൊപ്പി, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ തല കവർ ചെയ്യല, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ വേഷത്തെ നമുക്ക് അറിയാമല്ലോ എന്നാണ് മോദി പറയുന്നത്, പ്രധാനമന്ത്രിയായിട്ട്. അപ്പോ എന്ത് കുപ്പായം ഇടുന്നത് അതിലും ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട് അവർക്ക്. പിന്നെ എവിടെ താമസിക്കുന്നപ്പോ ഞാൻ ഒരിക്കൽ മോദിയോട് നേരിട്ട് പറഞ്ഞു, ഗുജറാത്തിൽ നിങ്ങളുടെ അഹമ്മദാബാദിൽ ഈ കലാപമൊക്കെ വന്ന ശേഷം എല്ലാ മുസ്ലിങ്ങളും ഒരു ഭാഗത്ത് മാത്രം ജീവിക്കുന്നു. എന്താ ഇതിന്റെ ആവശ്യം? എന്തുകൊണ്ടാണ് എല്ലാവരും ജീവിച്ചുകൂടാൻ? അപ്പൊ അദ്ദേഹനോട് മറുപടി പറഞ്ഞത് അവർക്ക് അതാണ് ഇഷ്ടം.
അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇനി അഡ്രസ്സ് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും ഏത് മതമാണ്. പിന്നെ എവിടെ പ്രാർത്ഥിക്കണം അത് വേറെ കാര്യം, ഏത് ഉത്സവമാണ് ആഘോഷിക്കുന്നത് അതും ഒരു കാര്യം. ഇപ്പൊ കേരളത്തിലുള്ള മൂല്യങ്ങൾ നമ്മുടെ ഭാരതം മുഴുവൻ എല്ലാവരെയും കാണണം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ശരിക്കും ഇപ്പൊ കാണുന്നത് ഭാരതത്തിന്റെ ഓരോരോ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ ഹിന്ദി സംസ്ഥാനങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഇപ്പൊ കൂടി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മോള് കോളേജിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഖുദാ ഹാഫിസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ സ്നേഹത്തോടെ ഒരു ഗുഡ് ബൈ പറയുമ്പോൾ സാധാരണ നോർത്ത് ഇന്ത്യയിൽ ഖുദാ ഹാഫിസ് പറഞ്ഞാൽ ഗോഡ് ലുക്ക് ആഫ്റ്റർ യു, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പറഞ്ഞാണ് അവസാനിക്കുക സംസാരം. അത് പറയണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആര് കേട്ടാലോ, നിങ്ങൾ കോളേജിൽ നിന്ന് പബ്ലിക് ഫോണിൽ നിന്ന് ചെയ്യുമ്പോൾ പലരും കേട്ടാലോ വല്ല ബുദ്ധിമുട്ടുണ്ടാവും, വേണ്ട. ആണ് അച്ഛൻ മകളോട് പറയാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ ഇന്നിപ്പോ നിങ്ങൾ കണ്ടില്ലേ, ഈ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ വലിയ വിവാദമായിരുന്നു ഈ കംവർ യാത്ര എന്ന് പറഞ്ഞൊരു പുതിയ യാത്ര. 10-100 വർഷം കൂടി ആയിട്ടില്ല ഈ ട്രഡീഷൻ, വലിയൊരു പഴയൊരു ഒരു ട്രഡീഷൻ ഒന്നും അല്ല. പക്ഷെ ഈ കംവർ യാത്ര എന്ന് പറഞ്ഞിട്ട് ഗംഗയുടെ അവിടെ പോയിട്ട് ഗംഗാ വെള്ളം എടുത്തിട്ട് തിരിച്ചു വരുന്ന ഒരു യാത്രയാണ്. അത് 1 മാസം 5 ആഴ്ചയൊക്കെ എടുക്കും. ആ യാത്രയിൽ പോകുന്ന റൂട്ടുകളൊക്കെ എല്ലാ കടകളും അല്ലെങ്കിൽ ചായ, ഒരു കാട്ടുന്ന് വിൽക്കുന്ന ഒരു ചായയോ അല്ലെങ്കിൽ പിന്നെ പച്ചക്കറിയോ പിന്നെ ഫ്രൂട്ട്സോ ഒരു പാതിയിൽ നിന്നിട്ട് വിൽക്കുന്ന ആളാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ പേര് അതിന് എഴുതി വെക്കണം. അപ്പൊ അവർക്ക് അറിയണം നിങ്ങൾ ആരുടെ നിന്നാണ് നിങ്ങൾ മേടിക്കണം, ആർക്കാണ് കാശ് കൊടുക്കണം. ഭാഗ്യത്തോടെ സുപ്രീം കോടതി ഇതിനെ തടുത്തു, ഇങ്ങനെ ചെയ്യാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ള ലോ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും വരെ പ്രഖ്യാപിച്ചത് എന്തിനായിരുന്നു? ഒരൊറ്റ സന്ദേശമാണ്, മുസ്ലിംസിന്റെ പേര് അറിഞ്ഞാൽ നിങ്ങൾക്ക് അവരെയൊന്നും വാങ്ങാൻ ആവശ്യമില്ല. മുസ്ലിംസോട് ബിസിനസ് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ അവർക്ക് അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും. ഇവരൊക്കെ പിന്നെ ഹിന്ദു തീർത്ഥാടനത്തിൽ പോകുമ്പോൾ എന്തിനാണ് മുസ്ലിം ഡേ എന്ന് ഫലമോ ചായയോ ഭക്ഷണം മേടിക്കണം, അതാണ് ഇതിന്റെ സന്ദേശം. അപ്പൊ ഇതൊക്കെ നമുക്ക് കേരളത്തിൽ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു ചിന്ത 95% മലയാളികളുടെ മനസ്സിൽ കൂടി കയറില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യം. അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മൾ എല്ലാ ദിനത്തിന്റെ ജീവിതത്തിൽ കാണുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? നമ്മൾക്കിതിനെ എതിരിക്കണം, ഇതിനെ തടുക്കണം, ക്ഷമിക്കണം. പക്ഷേ എണ്ണം അവരല്ല. പലപ്പോഴും നമ്മൾ മതത്തിന്റെ പേരിലാണ് രാഷ്ട്രീയത്തെ രേഖപ്പെടുത്തുന്നത്. അതായത് ഭൂരിപക്ഷ മതം ഭരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ ഭൂരിപക്ഷ മതത്തിന്റെ ഉള്ളിലുള്ള കുറേയധികം ന്യൂനപക്ഷങ്ങളുണ്ട് എന്നുള്ളതാണ്. അതെ, ഈ ദളിത് അടക്കമുള്ള ഒരുപാട് ആൾക്കാര് ഈ ഭരണഘടനയ്ക്ക് പുറത്തു പോകുന്നുണ്ട്. ഭരണഘടന അവർക്ക് നൽകുന്ന ഒരു പൗരന് നൽകുന്ന ഒരു അവകാശങ്ങൾ കിട്ടാതെ പോകുന്ന കുറച്ചധികം മനുഷ്യരുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിലും രാഷ്ട്രീയമായിക്കോട്ടെ സാംസ്കാരിക മേഖല ആയിക്കോട്ടെ എല്ലായിടത്തും ഒരു വരയുടെ ഫാസിസം നടക്കുന്നുണ്ട് എന്നതാണ്. ഇപ്പൊ IIT-യിലെ അധ്യാപകരുടെ എണ്ണം എടുത്തു വെച്ചാൽ മനസ്സിലാവും എത്ര ദളിത് അധ്യാപകരുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന സ്റ്റാഫുകളിൽ എത്ര ദളിത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതേ സമയത്ത് തന്നെ ഈ രോഹിത് വിമുല അടക്കമുള്ള വിദ്യാർത്ഥികൾ ഈ മതത്തിന്റെ പേരിൽ അല്ലാണ്ട് ജാതിയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ഇന്ത്യ പോലെ നമ്മളിപ്പോ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയില് മതത്തെ ഊന്നിക്കൊണ്ട് ചർച്ച ചെയ്യും, എന്നാൽ ആ മതത്തിന്റെ ഉള്ളിലുള്ള ഉപജാതികൾ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ ഈ ഇപ്പോ അടുത്ത കാലത്താണ് സംവരണം വേണോ എന്നൊരു വലിയ പ്രശ്നം മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ പണത്തിന്റെ ബേസിസിലല്ല ഇതിൽ സംവരണം നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. പക്ഷെ അത് ഇന്നത്തെ തലമുറ പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ അതിന്റെ വ്യൂ എന്താണുള്ളത്. രണ്ടാമത്തത് എഴുത്തുകാരന് താങ്കളുടെ തല വേണമോ എഴുത്ത് വേണമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സാധാരണ ഇപ്പൊ പെരുമാൾ മുരുകന്റെ കേസിന് എടുക്കുക, ഞാൻ എഴുത്ത് നിർത്തുകയാണെന്ന് പറയുകയും ചെയ്യുന്നൊരു സിനാരിയോ ഉണ്ടല്ലോ. അപ്പൊ ഒരു വലിയ ഫാസിസ്റ്റ് വർഗം രാജ്യം ഭരിക്കുകയും എഴുത്തുകാർക്ക് അവരുടെ എഴുത്തായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ കലയായിക്കോട്ടെ അവരുടെ ശബ്ദം ഉയർത്താൻ കഴിയാതിരിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ഒരു ജനാധിപത്യ രാജ്യമാണ്? അവർക്ക് പിന്നെ ഇദ്ദേഹം എഴുതുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാനൊക്കെ അത്ര എളുപ്പമല്ല. അപ്പൊ അവര് പോട്ടെ, അവര് വേറെ ഒരു കണക്കുണ്ട്. ഇതൊരു ചെറിയ ശതമാനം ആൾക്കാർ ഈ രാജ്യത്ത് വായിക്കുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും നമ്മുടെ എതിരായ കൂടി നമുക്ക് വലിയ നഷ്ടമില്ല, നമ്മൾ ഇലക്ഷൻ ജയിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവർ ഇതുവരെ ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. സിനിമയെ കുറിച്ച് അവർ കുറച്ചും കൂടി ആക്റ്റീവാണ്. സിനിമ ബ്ലോക്ക് ചെയ്യാനും സിനിമ സെൻസർ ചെയ്യാനും സിനിമ സെറ്റിൽ പോയിട്ട്
ആക്രമണം ചെയ്യാൻ കൂടി സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാൻ പറ്റും. സിനിമ കൂടുതൽ ആൾക്കാർ കാണും, പക്ഷെ പുസ്തകം വായന അവർക്ക് വലിയ ഭയമില്ല ഇതുവരെ. അത് മാറ്റാനുള്ള സാധ്യത നോക്കട്ടെ. പക്ഷെ താങ്കൾ പറഞ്ഞ മറ്റേ കാര്യം, ആദ്യത്തെ ചോദ്യം, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കൂടി ഭൂരിപക്ഷം ഹിന്ദുക്കൾ അവരൊപ്പമല്ല. BJPയുടെ റിസൾട്ട് എന്താണ്? 2014 31%, 2019 37%, 2024 36%. പക്ഷേ ഭാരതത്തിന് ഹിന്ദുക്കൾ എത്രയാണ്? 80%. പകുതി കിട്ടിയാൽ കൂടി 40% ആവണ്ടേ? പകുതി കൂടി കിട്ടിയിട്ടില്ല അവർക്ക്. അത് നിങ്ങൾ മറക്കരുത്. അവര് പറയുന്ന എല്ലാ ഹിന്ദുക്കളുടെ പേരിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ അവരൊപ്പമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മൊത്തമാണ് ഞാൻ പറയുന്നത്. ഹിന്ദുക്കൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്, പല പാർട്ടികളുണ്ട്, പല വിശ്വാസങ്ങളുണ്ടാവാം. ചില വിഷയങ്ങളിൽ അവര് തർക്കിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണമാണ് ഈ രാമക്ഷേത്രം. ബാബരി മസ്ജിദിനെ പൊളിച്ചപ്പോൾ പലരും ഷോക്ക്ഡായിരുന്നു. എല്ലാവരും അതിനെ എതിരിച്ചു, കോൺഗ്രസ് പാർട്ടി പറഞ്ഞു. പക്ഷേ അവർ ഈ മൂവ്മെന്റിനെ ഉണ്ടാക്കി നോർത്ത് ഇന്ത്യ മുഴുവൻ എല്ലാവരെയും മനസ്സിലൊക്കെ മാറ്റിയിട്ട് അവസാനത്തോടെ ഒരു ക്ഷേത്രം കെട്ടാൻ കൂടി അനുവാദം സുപ്രീം കോടതി കൊടുത്തപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനെ തർക്കിക്കാനോ ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വോട്ട് നഷ്ടപ്പെടും നോർത്ത് ഇന്ത്യയിൽ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ചില വിഷയങ്ങളെ കുറിച്ച് ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഇവരൊപ്പമല്ല. ഇപ്പോ പിന്നെ നമ്മൾ ഈ മെജോറിറ്റി മൈനോറിറ്റി വിഷയമൊക്കെ നോക്കുകയാണെങ്കിൽ BJP പറയുന്നത് പോലെയുള്ള പിന്തുണ അവർക്കുണ്ടായിട്ടില്ല. പക്ഷെ അവർ ചില കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ രാജ്യത്തിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായ ചില മാറ്റങ്ങളാണ്. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയണം, നമ്മുടെ ചരിത്രത്തിലത്തെ ആദ്യത്തെ തവണയാണ് 2019 കൂടി, അതിൽ 2021 മുതൽ ഇന്ത്യയിലത്തെ ഏത് ഭരിക്കുന്ന പാർട്ടിയിൽ ആദ്യത്തെ തവണയാണത് ഒരു MP ഇല്ല മുസ്ലിം സമുദായത്തിന്, ഒരു MLA ഇല്ല മുസ്ലിം സമുദായത്തിന്, ഒരു മന്ത്രി ഇല്ല മുസ്ലിം സമുദായത്തിന്. നമ്മളെപ്പോഴും എല്ലാ ജനാധിപത്യത്തിലും വിശ്വസിക്കുന്നത് ഒരു സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ സമുദായത്തിനും ഒരു പ്രതിനിധിത്വം കാണണം, എല്ലാവർക്കും തോന്നണം ഈ സർക്കാർ നമ്മളുടെയാണ്. BJPക്ക് ആ ചിന്തയും കൂടിയില്ല. അവർക്ക് അതും കൂടി ആവശ്യമില്ല. ഒരു ആദ്യത്തെ ടേം 2014 മുതൽക്ക് മോദി 2-3 മന്ത്രിമാരെ വെച്ചത്. മൈനോറിറ്റി അഫയേഴ്സ് മന്ത്രി എപ്പോഴും മുസ്ലിം ആയിരുന്നു. വേറെ 1-2 പോർട്ട്ഫോളിയോയിൽ മിനിസ്റ്റർ സ്റ്റേറ്റ് ലെവലിൽ അങ്ങനെ മുസ്ലിംസിനെ വെച്ചു. ഇപ്പൊ അതൊക്കെ പോയല്ലോ. ആ കാണിച്ചു കൂട്ടലും കൂടിയില്ല, ആരുമില്ല. ഇൻഫാക്ട് BJP ഒരു മുസ്ലിം ഗവർണറിനും കൂടി അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ഒരു കാലത്ത് 1-2 മുസ്ലിം ഗവർണറായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹം 2019 വന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ മുസ്ലിം ഗവർണറില്ല, മുസ്ലിം മന്ത്രിയില്ല, മുസ്ലിം MP ഇല്ല, മുസ്ലിം MLA ഇല്ല. ചില സംസ്ഥാനങ്ങളിൽ വിധാനസഭയുടെ ഈ നിയമസഭയും കൂടുതൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കാണും, അതിലും മുസ്ലിം പ്രതിനിധികളില്ല. അപ്പോൾ അത്ര സ്പഷ്ടമായ ഒരു ഇൻടോളറൻസിന്റെ ഒരു സന്ദേശം അവർ അയക്കുന്നത് നമുക്കെന്താ പറയേണ്ടത്? എന്നാലും അവർക്ക് ഭൂരിപക്ഷമില്ല. കാരണം എല്ലാ താങ്കൾ പറഞ്ഞ പോലെ ഹിന്ദു മതത്തിനകത്ത് തന്നെ പല വിഭാഗങ്ങളുണ്ടാവും, പല ചിന്തകളുണ്ടാവും, പല വിശ്വാസങ്ങളുണ്ടാവും. അതാണ് ഹിന്ദുയിസമിന്റെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മൾക്ക് ദൈവത്തിനെ നമ്മുടെ ഇഷ്ടപ്രകാരം സങ്കല്പം ചെയ്യാം, നമ്മൾക്ക് ഏത് രീതിയിലും ദൈവത്തിനെ കാണാം. നമ്മളുടെ അതൊരു പേഴ്സണൽ ബന്ധമാണ്, ഒരു വ്യക്തിപരമായ ഒരു കണക്ഷനാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. അതില് BJPയുടെ ആഗ്രഹമാണ് എല്ലാവരെയും ഒരേപോലെ ആക്കാൻ. ഒരു മതം, ഒരു നേതാവ്, ഒരു പാർട്ടി, ഒരു ക്ഷേത്രം, ഒരു ദൈവം, അങ്ങനെ ഒരു വിശ്വാസം. അത് ശരിക്കും ഹിന്ദു മതം അങ്ങനെയല്ല. അതുകൊണ്ട് അവർക്ക് ഇതാണ് കഷ്ടം അവർ അനുഭവിക്കുന്നത്. ചോദിച്ചതിന്റെ ബാക്കിയാണ് ചോദിക്കുന്നത്. സംവരണത്തെ കുറിച്ച് ശരിക്കും പറഞ്ഞു. സംവരണത്തെ കുറിച്ച് പറയുമ്പോ ഒരു 2 വർഷം മുമ്പാണ് രാജസ്ഥാനിലെ ജസോറിൽ ഇന്ദ്രകുമാർ മെഗ്വാൾ എന്ന പേരുള്ള ഒരു 9 വയസ്സുകാരൻ അധ്യാപകന്റെ പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് വെള്ളമെടുത്ത് കുടിച്ചു എന്നതിന്റെ പേരില് അടിച്ചു കൊല ചെയ്യപ്പെടുന്നു 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോ സംവരണം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഈ വിഭാഗം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. പക്ഷെ സംവരണം എന്നുള്ള കാഴ്ചപ്പാടിന് ഇപ്പോ പ്രസക്തി നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ പല ഭാഗത്തും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് പറയുന്ന സമയത്തും വർഷങ്ങൾക്ക് മുമ്പ് അംബേദ്കറും ഗാന്ധിയും തമ്മിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് പൂന പാക്ടിന്റെ ഭാഗമായി ഉടലെടുത്തത്. അപ്പോ ദളിതർക്ക് അല്ലെങ്കിൽ ഐത്തജാതിക്കാർക്ക് പ്രത്യേക മണ്ഡലം വേണമെന്ന് അംബേദ്കർ പറഞ്ഞപ്പോ
ഗാന്ധി അർവാദ ജയിലിൽ നിരാഹാരം കിടന്നുകൊണ്ട് അതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അംബേദ്കർ പറഞ്ഞത്, ഈ വളർത്തുകാലിനെ കെട്ടിത്തൂക്കിക്കൊന്നാലും ഞാൻ എന്റെ ജനതയെ ഒറ്റുകൊടുക്കില്ല. ആ ഒരു കോൺടെസ്റ്റ് കൂടി ഇന്നത്തെ സാഹചര്യവുമായി താരതമ്യം ചെയ്യപ്പെട്ടപ്പോ ശശി തരൂർ എന്ന MP, കോൺഗ്രസ് നേതാവ്, യുഎന്റെ മുൻ അണ്ടർ സെക്രട്ടറി, അംബേദ്കറിന്റെ അഭിപ്രായത്തോടൊപ്പമാണോ ഗാന്ധിയുടെ അഭിപ്രായത്തോടൊപ്പം? വിഷയം ഇതായിരുന്നു. സ്വതന്ത്ര സമര സമയത്ത് ഗാന്ധിജി പറഞ്ഞു അംബേദ്കർ എടുത്ത നിലപാട് ഹിന്ദു സമുദായത്തിനെ ഭിന്നിക്കും. അതായിരുന്നു ഒരു ചിന്ത, ഒരു രാഷ്ട്രീയ ചിന്ത. അതിൻ്റെ ഒപ്പം അദ്ദേഹത്തെ ഒരു എന്താ പറയുക, ഒരു ഫിലോസോഫിക്കൽ ചിന്തയുണ്ടായിരുന്നു. അദ്ദേഹം പറയണത് ഈ വിഷയം കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞൊരു വിഷയം അത് ഹിന്ദു സമുദായത്തിന് അകത്തുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വമാണ് ഒരു പരിഹാരം കൊണ്ടുവരാൻ. അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ചെയ്യണം. വേറെ കാര്യമാണ്, ഗാന്ധിജി പൂന പാട്നി തർക്കം നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷുകാര് എന്തായാലും നമ്മുടെ ഇലക്ട്രേറ്റിനെ ഭിന്നിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യന്മാർക്ക് വോട്ട് ചെയ്യലും മുസ്ലിംസ് വേണ്ടി വോട്ട് ചെയ്യലും ഹിന്ദുക്കൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അംബേദ്കർ ആ സിറ്റുവേഷനിൽ ആവശ്യപ്പെട്ട ദളിത്, അതുപോലെ ദളിത്മാരുടെ പ്രതിനിധികളെ ദളിത് സീറ്റിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നാണ്. ഗാന്ധിജി പറഞ്ഞു അത് സമ്മതിക്കില്ല, കാരണം ഹിന്ദു സമുദായത്തിന് ഡിവൈഡ് ചെയ്യുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒബ്ജക്ഷൻ. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം വന്ന ശേഷം രണ്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് റിലിജൻ അത് ഉപേക്ഷിച്ചു. അത് സർദാർ പട്ടേലും ഡോക്ടർ അംബേദ്കർ രണ്ടാളും ഒരേ അഭിപ്രായമായിരുന്നു. നമ്മൾക്ക് ഇനി അതാണ് നമ്മുടെ രാജ്യത്തെ ഭിന്നിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് തന്നെ ഈ ചിന്ത ഓരോരോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ ചിന്തിക്കാൻ സാധിച്ച കാരണമാണ് അവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് അത് നമ്മുടെ രാജ്യത്ത് വേണ്ട പറഞ്ഞിട്ട് അവര് അതിനെ ഉപേക്ഷിച്ചു. അപ്പൊ അത് ഒന്നായാലും ഉണ്ടാകുന്നത്. ഇപ്പൊ ഗാന്ധിജി ആ സ്ഥിതിയിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് പറയാൻ ഒരു വേറെ ചോദ്യമാണ്. രണ്ടാമത്തത്, അംബേദ്കർ മറ്റേവരും ചർച്ച ചെയ്തിട്ട് നമ്മുടെ ഭരണഘടനത്തിൽ കൊണ്ടുവന്ന സംവരണം എന്തായിരുന്നു? ദളിതുമാർക്ക് സീറ്റ് റിസർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ ഭരണഘടനയുടെ 85 സീറ്റ് റിസർവ്ഡ് ആയിരുന്നു ഫോർ SC and ST. പക്ഷെ എല്ലാവർക്കും അതിനു വേണ്ടി വോട്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം നമ്മുടെ പോപ്പുലേഷനെ ഭിന്നിക്കുന്നില്ല. നമ്മളുടെ വോട്ടർമാർക്ക് വേറെ ഒരു ദളിതുമാർ മാത്രം ദളിത് വോട്ട് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും നിങ്ങൾ താമസിക്കുന്ന മണ്ഡലത്തിൽ അത് ദളിത് റിസർവ് സീറ്റ് ആണെങ്കിൽ നിങ്ങൾ ദളിത് സ്ഥാനാർത്ഥികളെ ഉണ്ടാവുള്ളൂ, പക്ഷെ വോട്ട് നിങ്ങൾ തീരുമാനിക്കും. പക്ഷെ ഇതിനെക്കുറിച്ച് വേറെ തർക്കമുണ്ട്. നമുക്ക് മറ്റേവരെ സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു ദളിതല്ലേ കിട്ടുള്ളൂ. ഇങ്ങനെ രീതിയിൽ ദളിത് മനുഷ്യന്മാർക്ക് ദളിത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കുന്ന പകരം എല്ലാവരും വോട്ട് ചെയ്യുന്ന ഒരാളെന്ന് നേതാവല്ലേ വരാൻ പോണെന്നാണ് ചിലവരും ചിന്ത. ഈ തർക്കം അത്ര വേഗം മാറില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മൾക്കുള്ള ഒരു ഫോർമുലയാണ് എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു ഫോർമുല. ഗാന്ധിജിയും എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ടാവും. അദ്ദേഹം മരിച്ചുപോയി ഭരണഘടന പ്രഖ്യാപിക്കുന്ന മുമ്പ്. പക്ഷെ ഇതായിരുന്നു അതിന്റെ ലോജിക്. അംബേദ്കറും പറഞ്ഞു എൻ്റെ പ്രിഫറൻസ് ആയിരുന്നു ദളിത് പ്രതിനിധികൾക്ക് വേണ്ടി എന്നെ വോട്ട് ചെയ്യണം. പക്ഷെ അത് നടന്നില്ല. നേരത്തെ ഈ തവണ എന്തായാലും നമ്മൾ ഇലക്ട്രേറ്റിനെ മാറ്റുന്നില്ല. അപ്പോ എല്ലാവരും വോട്ട് ചെയ്യുന്ന സ്ഥിതിയിൽ നമുക്ക് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 52 തെരഞ്ഞെടുപ്പ് വേറൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. അതെന്തായിരുന്നു? മൾട്ടി മെമ്പർ കൺസ്റ്റിറ്റ്യുവൻസീസ്. അപ്പോൾ വിചാരിച്ചോളൂ, താങ്കൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല എൻ്റെ ഓർമ്മയില്ല, പക്ഷേ ബോംബെ ആണ്. വിചാരിച്ചോളൂ, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് 2 വോട്ടുണ്ട്. ഒന്ന് ഒരു ജനറൽ കാറ്റഗറി MPക്കും, രണ്ടാമത്തത് ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് പ്രതിനിധിക്കും. ഇപ്പൊ 2 വോട്ടുണ്ട്. നിയമസഭയിൽ ആദ്യം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ പാർലമെന്ററി കഥയാണ് 52. പക്ഷെ അത് അവസാനത്തെ ടു കോംപ്ലിക്കേറ്റഡ് എല്ലാവരും അതിനെ ഉപേക്ഷിച്ചു. ഇപ്പൊ ഒരു സീറ്റ് തന്നെ റിസർവ്ഡ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോ നമുക്ക് അഥവാ ആലത്തൂരിൽ നിന്ന് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ആലത്തൂരിൽ നമ്മൾ ദളിത് തന്നെ ആവണം, അല്ലെങ്കിൽ നമുക്ക് മത്സരിക്കാൻ അവകാശമില്ല. അങ്ങനെയുള്ള റിസർവേഷൻ വരണം ഉള്ളത്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ രാഷ്ട്രീയത്തിൽ നമുക്ക് 100,000 ചിന്തകളുള്ള സ്ഥിതിയിൽ ഇതൊരു സെറ്റിൽഡ് വിഷയമായി കണ്ടിട്ട് ഇതിനെ വീണ്ടും തുറക്കുന്ന പകരം ഇതിവിടെ ഇരിക്കട്ടെ, നമ്മൾ നമ്മുടെ രാജ്യത്തെ നന്നാക്കാനുള്ള വേറെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നതല്ലേ വേദം. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് വേറൊരു അഭിപ്രായം പറയാനില്ല. അംബേദ്കർ തീരുമാനിച്ചു. നമ്മളുടെ വലിയ ആ കാലത്തുള്ള
ഫൗണ്ടിങ് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്, നമ്മുടെ ആ കാലത്തുള്ള സ്റ്റേറ്റ്സ്മെൻ, അവർ തീരുമാനിച്ച ഒരു സെറ്റിൽമെന്റ് ആണ്. ഇത് നമ്മൾ മുന്നോട്ട് പൊക്കോട്ടെ വെക്കണം. എനിക്കറിയാം ചിലവർ പൂർണ്ണമായിട്ട് സന്തുഷ്ടമല്ല. ദളിത് റിസർവേഷനിൽ വലിയ വിവാദമില്ല. പക്ഷെ മണ്ഡൽ കമ്മീഷൻ വന്ന ശേഷം പിന്നെ OBC റിസർവേഷൻസ് ചിലവർ പറയുന്നു ഇതിനെക്കുറിച്ച് തർക്കം. പക്ഷെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ ഇതിനെ ഈ അടച്ചുപോയ വിഷയത്തിനെ വീണ്ടും തുറക്കാൻ ആരെയും പിന്തുണ കിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്.